അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് 2 ദിവസം മുമ്പ്. 24-ൽ UDF വിജയിച്ചതെന്തുകൊണ്ട്, LDF പരാജയപ്പെട്ടതുകൊണ്ട്, അത് പിണറായി വിജയൻ്റെ ചില വർക്കട മുഷ്ടി പിടിക്കുന്ന പല പ്രവണതകളൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു 2 ദിവസം മുമ്പ്. അപ്പോൾ ഇത് സംഭവിച്ചെങ്കിൽ ആ വിഴിഞ്ഞ സംഭവത്തിൻ്റെ കാര്യങ്ങളിപ്പോൾ ചർച്ചാ വിഷയമാണ് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ. കാരണം ഉമ്മൻചാണ്ടി സാറാന്ന് 2015 മറ്റോ അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ഒരുപാട് പ്രവർത്തിക്കും തറക്കടലൊക്കെ ചെയ്തത്. അപ്പം ഞാൻ ഇത് പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ, ഒരു ഭരിക്കുന്ന ആളുകൾ, പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്. കാരണം ഇപ്പോൾ പ്രതിപക്ഷമുള്ളവർ നാളെ ഭരണപക്ഷമാവും, ഇന്ന് ഭരണപക്ഷത്തിലുള്ളവർ നാളെ പ്രതിപക്ഷമാവും. ഇതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പ്രതികാര സ്വഭാവം കാണിക്കുമ്പോൾ പണ്ട് കാലങ്ങൾ പോലെയല്ല ഇന്ന് ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഓരോ ആളെ സ്വഭാവങ്ങളും ശൈലികളും പ്രവർത്തന ശൈലിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ഉദ്ഘാടന കർമ്മം നടക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഒരുപാട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് കരുണാകരനെ പോലത്തെ ആൾ, ഉമ്മൻചാണ്ടിനെ പോലത്തെ ആൾ, അതുപോലെ തന്നെ നായനാറെ പോലത്തെ ആളും. അപ്പം സ്മരിക്കുക എന്നുള്ളത് അതൊരു നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ജീവനോടെ നിൽക്കുന്ന മനുഷ്യന്മാർക്ക് അറിയാം ആരാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. ജനങ്ങൾ മനസ്സിലാക്കിയാണല്ലോ ജനങ്ങൾ സാധാരണ ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തിയിട്ട് മറ്റൊരു ഗവൺമെൻറ്റിനെ കയറ്റുന്നത്. അപ്പം അങ്ങനത്തെ അടുത്ത് എല്ലാവരും ഇങ്ങനത്തെ ഈ തർക്കം, രാഷ്ട്രീയം പിടിക്കുന്ന, മറക്കട മുഷ്ടി പിടിക്കുന്ന ഈ സ്വഭാവമൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പിണറായി വിജയൻ സാധ്യം പിടിക്കുന്ന, ചില സന്ദർഭത്തിൽ തീരുമാനമെടുക്കാൻ കുറേ വൈകിക്കുന്ന, പല ആളുകൾക്കും മറ്റ് പല രൂപത്തിൽ വർഗീയപരമായി രാഷ്ട്രീയപരമായി പല രൂപത്തിൽ ചിന്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. സാഹചര്യം ഉണ്ടായി സംഭവിച്ചതൊന്നല്ല, പ്രവർത്തനത്തിൻ്റെ ശൈലി കൊണ്ടും സമയം ദൈർഘ്യം ചെയ്തുകൊണ്ടും എന്തായി ജനങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ 24 ഇലക്ഷനിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ, ഇങ്ങനെ ഒരു മുന്നേ തറക്കല്ലിട്ട് ഒരു നേതാവിനെ സ്മരിക്കാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ചിട്ട് ജനങ്ങൾ ചർച്ച വിഷയം, അത് മാർക്സിസ്റ്റ് പാർട്ടി പോലും ഇപ്പോൾ പറയുന്നുണ്ട്, അത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷങ്ങളെയൊന്നും ക്ഷണിച്ചില്ല, എന്തുകൊണ്ട് നല്ലപോലെ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയില്ല എന്നുള്ളതൊക്കെ. കാരണം ഇത് പറയാനുള്ള കാരണം എന്തോരും, ഒന്നെന്ന് വെച്ചെങ്കിൽ അന്ന് ഈ 15-ൽ തറക്കല്ല് ഇടുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ചിട്ട് സമരം ചെയ്തവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ സമരം ചെയ്ത സന്ദർഭത്തിൽ അന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് എന്ത് അറിയോ, ഞങ്ങൾ വികസനത്തിനെതിരല്ല, പക്ഷേ എന്തെങ്കിലും ഞങ്ങൾ മറ്റേ അഴിമതിക്കെതിരായിട്ടാണ്, ഇത് തട്ടിപ്പും പൊട്ടിപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമരമാക്കുന്നതാണ് അന്ന് പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞ് മനസ്സിലാക്കണമോ? അപ്പോൾ നമുക്കിതിപ്പോൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, അന്ന് സമരമാക്കിയത് അതിനെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ 10 കൊല്ലം ഭരിച്ച് ജയിച്ചാൽ നമുക്ക് ഈ നാട്ടിൽ എന്തിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെ ഇപ്പോൾ സംശയിച്ചിട്ട് പലതും പറയുന്നുണ്ട്. അത് അഴിമതിയില്ലാത്ത 10 കൊല്ലത്തെ ഭരണമാണ് ഇപ്പോൾ ഈ നടക്കുന്നുള്ളത്. ഏതായാലും അതിപ്പോൾ നമ്മൾ ചർച്ചാ വിഷയമല്ല. പക്ഷെ അന്ന് സമരം ചെയ്തവരാണ് ഇവർ, അവരാണ് ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടാൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് ചോദിക്കുന്നത്, എന്തുകൊണ്ട് പ്രതിപക്ഷത്തിനെ ബഹുമാനിച്ചില്ല, എന്തുകൊണ്ട് പ്രതിപക്ഷത്തിനെ ക്ഷണിച്ചില്ല, എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ സ്മരിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇങ്ങനത്തെ മറക്കട മുഷ്ടി പിടിക്കുന്ന സ്വഭാവം ഏതൊരു ഭരണകർത്താവിനും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം ഒരു രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ സേവിക്കുന്ന ആളാണ്. അവരെല്ലാം ആ രാജ്യത്തിലുള്ള ഒരു 3.5 കോടി ജനങ്ങൾ കേരളത്തിൽ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാളെ അത്ര ഒരു 3.5 കോടി ജനങ്ങളെ വില പിണറായിക്കുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ട് എന്തോ നമ്മൾ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന പോലെ ആക്കിയിട്ട് മാറ്റുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് പല ചലനങ്ങളും ഉണ്ടാകും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നിപ്പം മുൻകാലങ്ങളെ പോലെ ഒന്നല്ല. ഇപ്പം ഇന്ന് ചർച്ച വെച്ച പണ്ടൊക്കെ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഒരു കാര്യങ്ങളും പുറം ലോകം അറിയാറില്ല. ഇന്നിപ്പോൾ ഈ 24-ൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എത്ര ആളുകൾ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുന്ന എത്ര നേതാക്കന്മാർ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ തുറന്നിട്ട് പറഞ്ഞു, എത്ര ആൾ അഭിപ്രായം പറയുന്നുണ്ട്. എന്തുകൊണ്ടത്? ഇത് തന്നെയാണ് സംഭവം. കാരണം ഒരുപാട് കാര്യങ്ങൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നതാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ. പിന്നെ പല പത്രപ്രവർത്തകർക്ക് ഇഷ്ടപ്പെടായ്മകളുണ്ട്, പല ആളുകൾ വെറുപ്പ് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് പറയാനുള്ളത് അതാണെന്ന് വെച്ചാൽ ഈ മർക്കട മുഷ്ടി പിടിക്കുന്നത് ശരിയല്ല. ഇന്ന് ഭരിക്കുന്നവർ നാളെ പ്രതിപക്ഷമാവും. ഇപ്പം മുൻകാലങ്ങളിൽ കുറ്റിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ പൂർത്തീകരിച്ചില്ലേ? അതുമാതിരി മുന്നേ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് കുറ്റിയിട്ടത് തറക്കല്ലിട്ടതൊക്കെ കോൺഗ്രസ്സുകാർ വരുമ്പം പൂർത്തീകരിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. പക്ഷേ അത് ഞാനാക്കിയെന്ന് മാത്രം ആക്കാൻ വേണ്ടി പിണറായി ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. കാരണം ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. ഇതിപ്പം പിണറായിൻ്റെ കഠിന പ്രവർത്തനം കൊണ്ടാണ് ഇതായി നിന്നാണ് ഇപ്പോൾ ആക്കി തീർക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടി തറക്കല്ലിടുന്ന സമയത്ത് സമരം ചെയ്തവരാണ് ഇവർ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അന്ന് പറഞ്ഞത് ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടാണ് ചെയ്യുന്നത്. അഴിമതി ഇന്ത്യയുടെ തുറമുഖം വന്നാൽ എന്നിട്ടില്ല അഴിമതി. അപ്പോൾ ഇപ്പോൾ ആ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടന ഒരു കർമ്മം നടക്കുമ്പോൾ അത് ആർക്കെങ്കിലുള്ള പുരോഗതിയിൽ എത്തിയ സന്ദർഭത്തിൽ കഴിഞ്ഞുപോയ മനുഷ്യന്മാരെ നമ്മൾ സ്മരിക്കുക എന്നുള്ളത് നല്ലതല്ലേ? കാരണം ഉമ്മൻചാണ്ടി, മറ്റേ കരുണാകരൻ, അതുപോലെ തന്നെ നായനാർ, ഇവരൊന്നും നമ്മൾക്ക് മറക്കാൻ പറ്റുന്ന ആളുകളൊന്നുമല്ല. ഇവരെല്ലാം രാജ്യത്തിന് സേവനം ചെയ്തവരാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചിട്ട് ഉമ്മൻചാണ്ടിയാണ് ഈ തുറമുഖത്തിന് വേണ്ടി ഇങ്ങനത്തെ ഒരു വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾ. ആളെയും കൂടുതൽ സ്മരിച്ചില്ല. അത് മാത്രമല്ല പ്രതിപക്ഷത്തിനെ ആരും ക്ഷണിച്ചില്ല. എന്നിട്ടും ചെയ്ത് തന്നെ മാത്രം സ്പീക്കർക്ക് പോലും ഇപ്പം ഉമ്മൻചാണ്ടിനെ പറ്റി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? എന്തുകൊണ്ടത്? അപ്പോൾ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നല്ല ഇത് വരേണ്ടത്, സ്പീക്കറിൽ നിന്നല്ല വേണ്ടത്. മുഖ്യമന്ത്രിയാണ് അതിനെപ്പറ്റി പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം ഭരിക്കുന്ന തുറമുഖമന്ത്രിയായ മന്ത്രിനെ പറ്റിയിട്ട് ഇവർ ഉദ്ഘാടന പ്രസംഗത്തിൽ വലിയ പോയത്തി പറഞ്ഞില്ല, വളരെ ഒരുപാട് പ്രവർത്തിച്ചതൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രവർത്തിച്ചെന്ന് പറയുന്നത്, എങ്ങനെ പ്രവർത്തിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു, വെറുപ്പ് സമ്പാദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അടുത്തൊക്കെ നമ്മളെ പിണറായി വിജയൻ ഭാര്യ കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് 26 ലക്ഷം വരുന്നതിന് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചെങ്കിൽ ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും എതിർപ്പുള്ളതുകൊണ്ട് പറയുന്നതല്ല. ഞാനൊരു ലീഗുകാരനാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഞാനൊരു കാരനെന്ന് സമസ്തയിൽ വിശ്വസിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. അത് തന്നെയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ എവിടെയെങ്കിലും കുത്തരണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നാലാൾ അറിയിക്കലും അറിയലും ഒക്കെ അത് ഒരു വിജ്ഞാനം ഉണ്ടാവുമല്ലോ. നമുക്കും പഠിക്കാൻ പറ്റും, കാണുന്നവർക്കും പഠിക്കാൻ പറ്റും. എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് നിങ്ങൾ പറഞ്ഞാൽ എനിക്കും പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ് വീഡിയോ ഒക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ഇന്നത്തെ നയങ്ങളിൽ പിണറായി വിജയൻ്റെ നയത്തിൽ എല്ലാവരും അല്ല, പിണറായി വിജയൻ്റെ കയ്യിലിപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് മുതൽ ഇതുവരെക്ക് ഒരു മർക്കട മുഷ്ടി രാഷ്ട്രീയം, ഒരു തർക്കം, നമ്മളോട് ആരും അങ്ങനെ ഇങ്ങോട്ട് വരുന്നും വേണ്ട, ഞമ്മ ചെയ്യുന്നതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ളത്. കാരണം പിണറായി വിജയോടൊന്നും മുന്നേ പറയാത്ത രൂപത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ നിയമസഭയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഞമ്മക്ക് തന്നെ ഒരു മനസ്സിന് വിഷമമാണ്. കാരണം എന്തെങ്കിലും നിയമസഭയിൽ അങ്ങനെ തമ്മിൽ മുഖ്യമന്ത്രിമാരോടൊന്നും ആരങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ പോലും പിണറായി വിജയോട് ഇപ്രാവശ്യം ഇപ്പോൾ ഈ രണ്ടാമത്തെ മന്ത്രിസഭയിൽ ഭരണം കിട്ടിയ ശേഷം പ്രതിപക്ഷ അംഗങ്ങൾ മുഖം നോക്കിയിട്ട് സംസാരിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഇതല്ല, ഇത് നമ്മളൊരു ബജാറൊന്നുമല്ലല്ലോ, ഇത് ഒരു തെരുവിലത്തെ പ്രശ്നമൊന്നുമല്ല. ഇത് നിയമസഭയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും പൊരുത്തം ഉണ്ടാകുന്ന രൂപത്തിൽ, രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, മനസ്സമാധാനം ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കണം ചർച്ചാ വിഷയം. അത് കാണുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ കൂടിയിട്ടാണ് ഈ ഒരു തീരുമാനം. അപ്പോൾ നമ്മളെ പ്രവർത്തനത്തിന് എന്തെങ്കിലും വൃത്തികെട്ട സ്വഭാവം കാണുമ്പോൾ അല്ലെങ്കിൽ പോരായ്മകൾ കാണുമ്പോൾ ജനങ്ങളിത് വിലയിരുത്തും. മുൻകാലങ്ങളെ പോലെയല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ മുമ്പിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 24 എന്തുകൊണ്ട് പിന്നെ മറ്റേ UDF വിജയിച്ചു, LDF എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെ പറ്റി ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിത് പറയുന്നത് എങ്ങനെയാണ്, ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഒരു തർക്കം പിടിക്കുക എന്നുള്ളത്, അത് പിണറായി വിജയൻ മതിയാക്കണമെന്നതാണ് നമ്മളെ അഭിപ്രായം. ഇപ്പം ഒരുപാട് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആൾ തന്നെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന് ക്ഷണിച്ചില്ല, ഓരെന്ത് ഈ രാജ്യത്തിന് പുരോഗതിയാക്കിയുള്ളതല്ലേ, ഒരു പലരും ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതല്ല, അതിൻ്റെ മാന്യമായ രൂപത്തിൽ വേണ്ടുന്ന രൂപത്തിൽ പിണറായി വിജയന് അതിന് വേണ്ടി സഹകരിക്കുകയും ഒരുമിക്കുകയും ചെയ്തില്ലെങ്കിൽ അടുത്ത് ജനങ്ങളുണ്ടാക്കുമെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഒറ്റപ്പെടുത്തിക്കളി. ഇനിയിപ്പോൾ അടുത്തിപ്പം 26 ഇപ്പം ഭരണം, ഈ അടുത്ത 25 വരേണ്ടത് അടുത്ത നിയമസഭയിലേക്കുള്ള ഭരണം. ഇനിയിപ്പോൾ എന്തുകൊണ്ട് വന്ന് UDF ഒന്നുകൂടെ പറയാൻ പറ്റുമായിരിക്കുമല്ലോ, ജനങ്ങളെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതല്ല, നമ്മൾ ഈ ഏൽപ്പിച്ച കർത്തവ്യം നമ്മളെ കാലാവധി കഴിയുന്നവർക്ക് നല്ല രൂപത്തിൽ ചെയ്തു തീർക്കുമ്പോഴാണ് ജനങ്ങൾ അതിന് വിലയിരുത്തിച്ച് ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കുക. ആ ബോധം ഏത് ആൾ ഭരിക്കുമ്പോഴും അത് വേണം എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. വേറെ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും എൻ്റെ ബാക്കിയുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താർക്ക് പഠിക്കാൻ വേണ്ടി. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.